Good afternoon. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 12 ആണ് എറേഴ്സ് ആൻഡ് their rectification. അക്കൗണ്ടിംഗ് എറേഴ്സിന്റെ മീനിങ് നോക്കാം. In our life we make many mistakes. As soon as these are detected, she or he correct them. In similar manner, an accountant can also make mistake or commit errors while recording and posting transaction. These are called accounting errors. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെയോ ഒരുപാട് മിസ്റ്റേക്ക് നമുക്ക് സംഭവിക്കാറുണ്ടല്ലേ. ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു മിസ്റ്റേക്ക് ഇല്ലാതാവും. അതുപോലെ തന്നെയാണ് എന്ത്, ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല മിസ്റ്റേക്ക് വരാം അല്ലെ, എറേഴ്സ് വരാം. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ എറേഴ്സോ സംഭവിച്ചാൽ അതിനെയാണ് എന്ത്, അക്കൗണ്ടിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. So, accounting errors are the errors committed by the person responsible for recording and maintain accounts of business firm in the course of accounting process. അപ്പോൾ അക്കൗണ്ടിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എറർ കമ്മിറ്റ് ചെയ്യുന്നത് ഒരു പേഴ്സൺ റെക്കോർഡ് ചെയ്യാനും അല്ലെങ്കിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ എറർ കൊണ്ട് ഉണ്ടാവുന്നതിനെയാണ് എന്ത്, അക്കൗണ്ടിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് എറേഴ്സ് ക്യാൻ ബി ടേക്ക് ദ ഫോളോയിങ് ഫോംസ്. അപ്പൊ അക്കൗണ്ടിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോളോയിങ് ഫോംസിലാണ് എന്ത്, അക്കൗണ്ടിംഗ് എറേഴ്സ് സംഭവിക്കാറുള്ളത്. ഫസ്റ്റ് വൺ, ഒമിഷൻസ് ഓഫ് റെക്കോർഡിംഗ് എ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ ഓർ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്. അപ്പൊ ബിസിനസ് ട്രാൻസാക്ഷൻസ് ജേർണലിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് ബുക്കിലോ റെക്കോർഡ് ചെയ്യാതെ വരുമ്പോൾ. നോട്ട് പോസ്റ്റിംഗ് ദ റെക്കോർഡ് ട്രാൻസാക്ഷൻ വേരിയസ് ബുക്ക് ഓഫ് അക്കൗണ്ട് ടു ദ റെസ്പെക്റ്റീവ് അക്കൗണ്ട്സ് ഇൻ ലെഡ്ജർ. അതുപോലെ തന്നെ എന്താണ്, ട്രാൻസാക്ഷൻസ് വേരിയസ് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ, അതായത് അതിന്റെ റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാതെ പോസ്റ്റ് ചെയ്യാതെ വരുമ്പോൾ. മിസ്റ്റേക്സ് ഇൻ ടോട്ടലിംഗ് ഓർ ഇൻ ക്യാരിങ് ഫോർവേഡ് ദ ടോട്ടൽ ടു ദ നെക്സ്റ്റ് പേജ്. എന്താണ്, ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കോ അല്ലെങ്കിൽ ക്യാരിങ് ഫോർവേഡ്, ആ ടോട്ടൽ നെക്സ്റ്റ് പേജിലേക്ക് ക്യാരിങ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്കോ ആയിരിക്കാം. മിസ്റ്റേക്ക് ഇൻ റെക്കോർഡിംഗ് എമൗണ്ട് റോങ്ലി ഓർ റൈറ്റിംഗ് ഇറ്റ് ഇൻ എ റോങ് അക്കൗണ്ട് ഓർ റോങ് സൈഡ് ഓഫ് ദി അക്കൗണ്ട്. അതുപോലെ തന്നെ എമൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ റോങ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റോങ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ റോങ് സൈഡ്, ചിലപ്പോൾ ഡെബിറ്റ് ചെയ്തതിന്റെ ക്രെഡിറ്റ് സൈഡിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്തതിന്റെ ഡെബിറ്റ് സൈഡിലോ എഴുതുന്ന ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അക്കൗണ്ടിംഗ് എറേഴ്സ് സംഭവിക്കും. Again, there may be two type of accounting errors. ഇനി അക്കൗണ്ടിംഗ് എറേഴ്സിനെ രണ്ടായിട്ടാണ് ഇത് കോമൺലി നമ്മൾ പറയുന്നത്. ദാറ്റ് കോസ് ദ ഡിസഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. അതായത് അത് ട്രയൽ ബാലൻസിനെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രയൽ ബാലൻസ് എഗ്രി ചെയ്യാൻ പറ്റില്ല. ഡു നോട്ട് അഫക്ട് എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യാത്ത എറേഴ്സ് ആണ്. ഇനി ലൊക്കേറ്റിംഗ് എറേഴ്സ്. It is obvious that if they are errors, they must be located at the earliest. After locating the errors, they are to be rectified. In accounting also, once it is established there are some accounting errors, these need to be located and detected as early as possible. അപ്പൊ എന്താണ്, ഒരു എറർ സംഭവിച്ചാൽ അത് നമ്മൾ മുൻകൂട്ടി തന്നെ അതിനെ കണ്ടുപിടിക്കണം അല്ലെ. അങ്ങനെ കണ്ടുപിടിച്ച എറേഴ്സ് എന്ത് ചെയ്യണം, അപ്പൊ തന്നെ തിരുത്താനും ശ്രമിക്കണം. Steps to be taken on locate the accounting errors. അപ്പൊ അക്കൗണ്ടിംഗ് എറർ ലൊക്കേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. When the trial balance do not agree. അപ്പൊ രണ്ട് ടൈപ്സ് എറർ ആണ് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു എറേഴ്സിന്റെ ബേസിലാണ് നമ്മൾ സ്റ്റെപ്സ് പറയുന്നത്. ഫസ്റ്റ് വൺ, ചെക്ക് ദ കോളംനാർ ടോട്ടൽ ഓഫ് ട്രയൽ ബാലൻസ്. അപ്പൊ കോളം ടോട്ടൽ നോക്കുക ട്രയൽ ബാലൻസിന്റെ, അത് ചെക്ക് ചെയ്യുക. ചെക്ക് ദാറ്റ് ദ ബാലൻസസ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ഇൻക്ലൂഡിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഇൻ ദ ലെഡ്ജർ ഹാവ് ബീൻ റിട്ടേൺ. അപ്പൊ എന്താണ്, എല്ലാ അക്കൗണ്ടിന്റെ ബാലൻസ്, ക്യാഷിന്റെയിലും ബാങ്ക് ബാലൻസ് ആണെങ്കിലും ലെഡ്ജറിൽ ശരിയായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് റിട്ടേൺ ഇൻ ദ കറക്റ്റ് കോളം ഓഫ് ട്രയൽ ബാലൻസ്. അതുപോലെ തന്നെ കറക്റ്റ് കോളത്തിലാണോ, ഡെബിറ്റ് ബാലൻസ് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് ബാലൻസ് ക്രെഡിറ്റ് കോളത്തിലും തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ, ഫൈൻഡ് ദ എക്സാക്ട് ഫിഗർ ഓഫ് ഡിഫറൻസ് വിത്ത് ട്രയൽ ബാലൻസ്. അപ്പൊ ഡിഫറൻസിന്റെ ആ ട്രയൽ ബാലൻസിന്റെ ഡിഫറൻസ് ഫിഗർ എക്സാക്ട് ഫൈൻഡ് ചെയ്യുക. ഇനി നാലാമത്തെ, റീചെക്ക് ദ ടോട്ടൽ ഓഫ് സ്പെഷ്യൽ പർപ്പസ് ബുക്ക്. അതായത് സ്പെഷ്യൽ പർപ്പസ് ബുക്കിന്റെ ടോട്ടൽസ് വീണ്ടും ചെക്ക് ചെയ്യുക. അതായത് ജേർണൽ പ്രോപ്പർ ആകാം, ബിൽസ് റിസീവബിൾ ബുക്ക് ആകാം, അല്ലെ പർച്ചേസ് ബുക്ക്, ഇതൊക്കെയാണ് എന്താ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ടോട്ടൽസ് വീണ്ടും ചെക്ക് ചെയ്യുക. ചെക്ക് ദ ബാലൻസിങ് ഓഫ് ദി വേരിയസ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ. അതുപോലെ തന്നെ വേരിയസ് അക്കൗണ്ട്സ് ലെഡ്ജർ അക്കൗണ്ട്സിന്റെ ബാലൻസ് ചെക്ക് ചെയ്യുക. If difference is still not traced, check each and every posting from the journal. അതായത് ഇനിയും ഡിഫറൻസ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എവറി പോസ്റ്റിംഗ് ജേർണലിൽ നിന്നുള്ള എല്ലാ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് ആയാലും
ലെഡ്ജേഴ്സ് ആയാലും 1/1 ആയിട്ട് എന്ത് വേണം ചെക്ക് ചെയ്യണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ ദ ട്രയൽ ബാലൻസ് എഗ്രീസ്, അതായത് ആ എറർ ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യാത്ത സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഇഫ് ദ ടോട്ടൽ ഓഫ് 2 amount columns of trial balance tally, it is no conclusive proof of the accuracy of account. അപ്പോ എന്താണ് ട്രയൽ ബാലൻസിന്റെ 2 amount കോളം ടാലി ആണെങ്കിൽ അതെന്താണ് ഒരു കൺക്ലൂസീവ് അക്യുറസി, അക്കൗണ്ടിന്റെ എന്താണ് അത്രത്തോളം അക്യുറസി ഉണ്ട് എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ദേ മേ ബി സ്റ്റിൽ സം അക്കൗണ്ടിങ് എറേഴ്സ്. അപ്പൊ ട്രയൽ ബാലൻസിന്റെ രണ്ട് സൈഡും ടോട്ടൽ ടാലി ആണെന്ന് പറഞ്ഞതുകൊണ്ട് അത് എറർ ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചില എറേഴ്സ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ദീസ് എറേഴ്സ് മേ നോട്ട് ബി ഇമ്മീഡിയറ്റ്ലി ട്രേസ്ഡ് ബട്ട് മേ ബി ഡിറ്റക്റ്റഡ് അറ്റ് എ മച്ച് ലേറ്റർ സ്റ്റേജ്. ഇതെന്താണ് നമുക്ക് പെട്ടെന്ന് എന്താ ട്രേസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ എന്താ ലേറ്റർ സ്റ്റേജിലാണ് എന്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. The errors which do not affect the trial balance. അപ്പോൾ ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യാത്ത എറേഴ്സ് ആണ് പറയുന്നത്. Omission to record a transaction in a journal or in a special purpose book. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ജേർണലിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് ബുക്കിലോ റെക്കോർഡ് ചെയ്യാതെ വിടുന്നത്. ഫോർ എക്സാമ്പിൾ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ബട്ട് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ പർച്ചേസ് ബുക്ക് അറ്റ് ഓൾ. ഗുഡ്സ് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തു, അത് എന്ത് ചെയ്തില്ല, പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തില്ല. രണ്ടാമത്തെ റെക്കോർഡിങ് എ റോങ് എമൗണ്ട് ഓഫ് ഐറ്റം ഇൻ ജേർണൽ ഓർ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്. എന്താണ് റോങ് എമൗണ്ട് ജേർണലിലോ സ്പെഷ്യൽ പർപ്പസ് ബുക്കിലോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോ സെയില് 2550 ക്രെഡിറ്റില് സെയിൽസ് ബുക്കിൽ 5250 ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അപ്പൊ എന്താണ് 2550 രൂപയ്ക്കും പകരം 5250 രൂപയാണ് എന്ത് റെക്കോർഡ് ചെയ്തത്. അപ്പൊ അത്രയും ഡിഫറൻസ് അതിൽ കാണിക്കും. പോസ്റ്റിംഗ് ദ കറക്റ്റ് എമൗണ്ട് ഓൺ ദ കറക്റ്റ് സൈഡ് ബട്ട് ഇൻ റോങ് അക്കൗണ്ട്. അപ്പൊ എന്താണ് കറക്റ്റ് എമൗണ്ട് കറക്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു, പക്ഷെ എഴുതിയത് റോങ് അക്കൗണ്ടിലായി പോയി. ഫോർ എക്സാമ്പിൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ജഗന്നാഥൻ വാസ് ക്രെഡിറ്റഡ് ടു വിശ്വനാഥൻ. അല്ലെ, ജഗന്നാഥനിൽ നിന്ന് റിസീവ് ചെയ്ത ക്യാഷ് ജഗന്നാഥന്റെ അക്കൗണ്ടിൽ ചെയ്യുന്നതിന് പകരം വിശ്വനാഥന്റെ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്തത്. An item of capital expenditure recorded as a item of revenue expenditure and vice versa. അപ്പൊ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഐറ്റം റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടോ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഐറ്റം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടോ റെക്കോർഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റിപ്പയർസ് ടു ബിൽഡിംഗ് വാസ് ഡെബിറ്റഡ് ടു ബിൽഡിംഗ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലും എന്താണ് എറേഴ്സ് ഉണ്ടാവും, പക്ഷെ അത് ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്തില്ല. നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് എറേഴ്സ്. അപ്പോൾ അക്കൗണ്ടിംഗ് എറേഴ്സിനെ തരംതിരിച്ചിരിക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് നേച്ചറിൽ. ഫസ്റ്റ് വൺ എറേഴ്സ് ഓഫ് ഒമിഷൻ. ആസ് എ റൂൾ ട്രാൻസാക്ഷൻ ഈസ് ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ എ ബുക്ക് ഓഫ് അക്കൗണ്ട്. However, accountant may not record it at all or record it partially. It is called error of omission. അപ്പോൾ അക്കൗണ്ടിംഗ് റൂൾ വെച്ച് എന്താണ് ട്രാൻസാക്ഷൻ ഫസ്റ്റ് ബുക്ക് ഓഫ് അക്കൗണ്ടിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടന്റ് ട്രാൻസാക്ഷൻ ഫുൾ ആയിട്ട് റെക്കോർഡ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടോ പകുതി മാത്രം റെക്കോർഡ് ചെയ്യും, ചിലത് വിട്ടുപോവുകയും ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എന്ത് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. അല്ലെ, ഗുഡ്സ് ക്രെഡിറ്റിൽ എന്താ പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ, പിന്നെ ഡിസ്കൗണ്ട് അലോഡ് ടു എ കസ്റ്റമർ വാസ് നോട്ട് പോസ്റ്റഡ് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് കൊടുത്തത് എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാതെ വരുന്നത്. ഇതൊക്കെയാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. അടുത്തത് എറേഴ്സ് ഓഫ് കമ്മീഷൻ. When the transaction has been recorded but an error is committed in the process of recording is called error of commission. അപ്പൊ എന്താണ് ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു, പക്ഷെ എറർ എന്ത് ചെയ്തു, ആ റെക്കോർഡിംഗ് പ്രോസസ്സിൽ എറേഴ്സ് സംഭവിച്ചാൽ അതിനെയാണ് എന്ത് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തത് എറർ ഓഫ് കമ്മീഷന്റെ ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ എറർ കമ്മിറ്റഡ് വൈൽ റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ദ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്. അപ്പോ സ്പെഷ്യൽ പർപ്പസ് ബുക്കിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ് ആണ് പറയുന്നത്. റെക്കോർഡിംഗ് ഇൻ ദ റോങ് ബുക്ക്. ഫോർ എക്സാമ്പിൾ purchase of goods from Ragesh on credit is recorded in the sales book and not in the purchase book. അപ്പോൾ റോങ് ബുക്കിൽ അതായത് റോങ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും ഇപ്പൊ ഗുഡ്സ് രാകേഷിൽ നിന്ന് പർച്ചേസ് ചെയ്തത് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തത് സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യുന്നതാണ് എന്ത് ഫസ്റ്റ് എറർ പറയുന്നത്. രണ്ടാമത്തത് റെക്കോർഡിംഗ് ഇൻ ദ ബുക്ക് കറക്റ്റ്ലി ബട്ട് റോങ് എമൗണ്ട് ഈസ് റിട്ടേൺ. അപ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതിയ ലെഡ്ജർ കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്താണ് എമൗണ്ട് എഴുതിയത് തെറ്റിപ്പോയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗുഡ്സ് സോൾഡ് ശാലിനി ഓഫ്
4,200 was recorded in the sales book as 2,400. അപ്പൊ ശാലിനിക്ക് ഗുഡ്സ് സെയിൽ നടത്തിയത് 4,200 രൂപയുടെ സെയിൽസ് ബുക്കിൽ 2,400 ആയിട്ട് കാണിക്കുന്നത്. അപ്പോ in the above two cases, two accounts are affected by the same account. Debit of one and credit of the another. Therefore, trial balance will not be affected. അപ്പോ ഈ രണ്ട് കേസിൽ എന്താണ് ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തത് wrong totaling. There may be mistake in totaling special purpose book or accounts. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സോ അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് ബുക്കോ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും അല്ലെ. കൂട്ടി നോക്കുന്ന സമയത്ത് അറിയാതെ ഒന്നോ രണ്ടോ എമൗണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരാറുണ്ട്. ദ ടോട്ടൽഡ് എമൗണ്ട് മേ ബി ലെസ് ദാൻ ആക്ച്വൽ എമൗണ്ട് ഓർ മോർ ദാൻ ആക്ച്വൽ എമൗണ്ട് അല്ലെ. സംടൈംസ് എന്തായിരിക്കും ആക്ച്വൽ എമൗണ്ടിലും കൂടുതലാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ആ ടോട്ടൽ ചെയ്ത എമൗണ്ട് ആക്ച്വലിലും കുറവാവാം. ഫസ്റ്റ് ഈസ് ദ കേസ് അണ്ടർ കാസ്റ്റിംഗ് ആൻഡ് അതർ ഓഫ് ഓവർ കാസ്റ്റിംഗ്. For example, total of purchase book is written 4,800 while actual total is 44,300. അപ്പൊ എന്താണ് പർച്ചേസ് ബുക്കിൽ എഴുതേണ്ടത് 44,300 ആയിരുന്നു, പക്ഷെ എഴുതിയത് എന്താണ് 44,800. ഇനി സെയിൽസ് ബുക്കില് 52,500 എഴുതിയതാണ്, പക്ഷെ 52,900 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓവർകാസ്റ്റിംഗ് ആയാലും അണ്ടർകാസ്റ്റിംഗ് ആയിട്ട് രണ്ട് രീതിയിലാണ് എന്ത് ടോട്ടലിംഗിൽ ഡിഫറൻസ് വരുന്നത്. അതെന്താണ് സ്പെഷ്യൽ പർപ്പസ് ബുക്കിലായാലും ബുക്ക് ഓഫ് അക്കൗണ്ട്സിലായാലും മിസ്റ്റേക്ക് ഉണ്ടാവും, പക്ഷെ അതെന്താണ് ബുക്കിന് എന്തിനെ ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്തില്ല. നെക്സ്റ്റ് വൺ റോങ് ബാലൻസിങ്. While closing the book of account at the end of the accounting period, the ledger accounts are balanced. Balance is calculated of the total of two sides of account. It may be wrongly calculated. അപ്പൊ എന്താണ് അക്കൗണ്ടിംഗ് പീരീഡ് എൻഡിങ്ങില് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ലെഡ്ജേഴ്സ് ഒക്കെ എന്ത് ചെയ്യും ബാലൻസ് ചെയ്യും. അതായത് രണ്ട് സൈഡും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരു സൈഡ് കുറവും ഒരു സൈഡ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തായിരിക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് അതായത് റോങ് ആയിട്ടായിരിക്കും എന്താ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടോട്ടൽ ഓഫ് ദി ഡെബിറ്റ് കോളം ഓഫ് മോഹൻസ് അക്കൗണ്ട് ഈസ് 8,600. ദാറ്റ് ദ ക്രെഡിറ്റ് കോളം ഈസ് 6,800. The balance calculated is 1,600 while the actual amount is 1,800. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഡെബിറ്റ് സൈഡ് 8,600 ക്രെഡിറ്റ് സൈഡ് 6,800 ആയിരുന്നു. അപ്പൊ അത് രണ്ടും നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എമൗണ്ട് 1,800 ആണ്, പക്ഷെ കാൽക്കുലേറ്റ് ചെയ്തത് 1,600 ആയിട്ടാണ്. അപ്പൊ എന്താണ് അത് ഒരു അക്കൗണ്ടിനെ മാത്രമാണ് എന്ത് അഫക്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യും. ഇനി നാലാമത്തെ റോങ് ക്യാരി ഫോർവേഡ് ഓഫ് ബാലൻസസ് ഓർ ട്രയൽ ബാലൻസ്. Total all balances are carried forward to next page. There may be carried forward incorrectly. അപ്പൊ എന്താണ് ഈ ടോട്ടൽ ചെയ്ത് അല്ലെങ്കിൽ ഈ ബാലൻസ് എന്ത് ചെയ്യും നെക്സ്റ്റ് പേജിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും അല്ലെ. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും എമൗണ്ട് എന്ത് ചെയ്യും ചെറിയ എമൗണ്ടിൽ വ്യത്യാസം വരും അല്ലെ. ഇൻകറക്റ്റ് ആയിട്ട് എന്തായിരിക്കും ഫോർവേഡ് ചെയ്യുന്നത്. ഇപ്പൊ പർച്ചേസ് ബുക്കിൽ 35,600 പകരം 36,500 ആണ് ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് വൺ അക്കൗണ്ടിനാണ് അഫക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് റോങ് പോസ്റ്റിംഗ്. ട്രാൻസാക്ഷൻ ഫ്രം ജേർണൽ ഓർ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് ആർ പോസ്റ്റഡ് ടു ദ റെസ്പെക്റ്റീവ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. അപ്പൊ എന്താണ് ജേർണലിൽ നിന്ന് അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് ബുക്കിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എറർ മേ ബി കമ്മിറ്റഡ് വൈൽ ക്യാരിങ് ഔട്ട് പോസ്റ്റിംഗ്. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില എറേഴ്സ് വരാറുണ്ട്. such as posting to wrong account, wrong side of account or post it as in the same account. അല്ലെ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വേറെ അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടിന് പകരം ചിലപ്പോൾ സെയിൽസ് അക്കൗണ്ടിലായിരിക്കും അല്ലെങ്കിൽ വേറൊരു പേഴ്സന്റെ അക്കൗണ്ടിലായിരിക്കും. അല്ലെങ്കിൽ അക്കൗണ്ട് കറക്റ്റ് ആണെങ്കിൽ എമൗണ്ട് തെറ്റിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരേ അക്കൗണ്ടിൽ തന്നെ 2 പ്രാവശ്യം ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ഇത് റോങ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് വൺ അക്കൗണ്ടിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ട്രയൽ ബാലൻസിനെ അത് എഫക്ട് ചെയ്യും.